ഒരു വിന്നേഴ്സ് അതെ മീറ്റ് അതെ. കണ്ട് ഇവിടെ എത്തിയ ഒരാള് വേറെ ഒരുപാട് ആളുകളിലോട്ടല്ലേ, വേറെ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പാകത്തിന് ഞാൻ ഇവിടെ ആ വിന്നർ ആയിട്ട് വിന്നേഴ്സ് മീറ്റ് വന്നേക്കും. കണ്ടപ്പോ ഞാൻ ഓർത്തു എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമായിരിക്കുമോ, ഫസ്റ്റ് ചാൻസിലൊക്കെ വന്നിരുന്ന് ഇവര് പറയുന്ന പോലെ നമുക്ക് പറയാലോ, കിട്ടുമായിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ച്. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് അത് ഇന്നത് സാധിച്ചു. സാധിച്ചു അല്ലേ? യെസ്. മാർച്ചിൽ ഞാൻ എക്സാം പ്രിപ്പറേഷൻ കോഴ്സ് ജോയിൻ ചെയ്തു. ഓക്കെ. ഏപ്രിൽ 5 ഞാൻ എക്സാം എഴുതി മാം. അടിപൊളി. ഫസ്റ്റ് അറ്റംപ്റ്റില് ഫുൾ ബി സ്കോർ ആയിരുന്നു മാം. എനിക്ക് ഭയങ്കര സന്തോഷമായി മാം. ഒരുപാട് താങ്ക്സ് ആ മാം. ഒരു കാര്യം പറയാനുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. കാരണം റീസണിങ്ങിന്റെ ഒക്കെ മെറ്റീരിയൽ ഞാനാണെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീരസിന്റെ മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയൽ ചെയ്ത് ശരിക്കും പറഞ്ഞ എക്സാമിന് പോയിരുന്നപ്പോ ഇത് കേട്ടപ്പോ ഞാൻ ഓർത്തത് ഇത്ര എളുപ്പമുള്ളത് എളുപ്പമായിരുന്നു അതല്ലേ? OET കിട്ടിയില്ലെങ്കിൽ ഇനി OET ഇല്ലാത്ത രാജ്യം നോക്കാം. അങ്ങനെ ആയാലും ഇനി ഗവൺമെന്റ് പഠിക്കാൻ പോകാൻ ശരിയാവില്ലല്ലോ. അപ്പം ഡെൻമാർക്കിനെ കുറിച്ച് അറിയുന്നു. അവിടെ പക്ഷേ വേറൊരു പ്രോസസ്സേക്ക് ഇനി OET ഇല്ലാതെ ഇനി എന്തോ നോക്കാം. അങ്ങനെയൊക്കെ അന്വേഷിച്ച് തുടങ്ങി ഓൾറെഡി ഞാൻ. റിസൾട്ട് അതെ ആ ഭാഗം സ്റ്റോപ്പ് ചെയ്തു. ഇനി അടിപൊളി. OET കിട്ടി, ഇനി എന്തായാലും അതനുസരിച്ച് നോക്കണം. എന്റെ ഒരു ഫ്രണ്ട് വീഡിയോസിൽ പഠിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഓക്കെ. അതില് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവളൊരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കേട്ടു. അപ്പൊ അന്നാണ് ഓക്കെ. എനിക്ക് ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ ക്ലാസ് കൂടിയിട്ടില്ല. കാരണം ലൈവിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്നത് തന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു. പിന്നെ ഈ സൺഡേ സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സിനെ കുറിച്ച് അതും എല്ലാം അവൾ എന്നോട് പറയാറുണ്ട്. അപ്പൊ അവള് ഓക്കെ. പഠിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ചേർന്നത്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ 20 മിനിറ്റ്സ് ഒക്കെ എടുക്കുമായിരുന്നു എ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ലാസ്റ്റ് ആയിപ്പം ഞാൻ 7 മിനിറ്റ്സിൽ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ 5 പ്രാവശ്യം എഴുതിയവരും 6 പ്രാവശ്യം എഴുതിയവരും 9 വട്ടം എഴുതിയവരും 8 വട്ടം എഴുതിയവരും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായവരും ഉണ്ട് അല്ലെ? അപ്പൊ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ, നന്നായിട്ട് പഠിച്ചാൽ, ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ എത്ര വട്ടം എഴുതി എന്നതല്ല, ഇനി എഴുതുന്നത്, അടുത്തത് എഴുതുന്നത് ഉറപ്പായിട്ടും നിങ്ങളൊരു വിന്നർ ആവാനായിരിക്കണം അല്ലെ? അപ്പോ വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് നമ്മൾ ഒരുമിച്ച് എത്തിയേക്കുവാണ്. ഒരുപാട് സന്തോഷം അല്ലെ? യെസ്. അപ്പം റിസൾട്ട് വന്നു. എല്ലാരും എക്സൈറ്റഡ് ആണോ? യെസ് മാം. യെസ്, എക്സൈറ്റഡ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു നീതുസിനോടൊപ്പം ഉള്ള ഒരു ജേർണി എന്നത് അല്ലെ? എന്തൊക്കെ പ്രോബ്ലംസ് ഇടയ്ക്ക് ഫേസ് ചെയ്തു, സ്റ്റിൽ എങ്ങനെ നിങ്ങൾ വിന്നറായി പോലുള്ള കാര്യങ്ങള് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് വന്നേക്കുന്നത് അല്ലെ? അതെ. അപ്പം നമ്മുടെ എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലെ? യെസ്, തുടരും എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ സക്സസും ഇവിടെ എത്തുന്ന എല്ലാ സ്റ്റുഡൻസിന്റെ സക്സസും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഷാരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഷാരിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം. ഓൺലൈനായിട്ട് പഠിച്ച് ഓഫ്ലൈനിൽ വന്ന് പഠിച്ച് വിന്നർ ആയേക്കുവാണ് അല്ലെ? പേഴ്സണലി ഇവിടെ വന്ന് എന്നെ മീറ്റ് ചെയ്താണ് ഇവിടെ ഓഫ്ലൈനിൽ സ്റ്റുഡന്റ് ആയിട്ട് കയറുന്നത്. ഷാരി, എന്ത് തോന്നുന്നു? എക്സൈറ്റഡ് ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു നീതുസിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജേർണി? തീർച്ചയായും എക്സൈറ്റഡ് ആണ് മാം. ആക്ച്വലി ഇത് എന്റെ 8th അറ്റംപ്റ്റ് ആണ്. 8th അറ്റംപ്റ്റ് ആണ്. ഓക്കെ. ഈ എക്സാം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാം എഴുതുന്നില്ല എന്ന് കരുതിയിരിക്കുമായിരുന്നു. തിരിച്ച് റേഞ്ച് ആക്ച്വലി ഞാൻ കുവൈറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ലാസ്റ്റ് ഡിസംബർ ഞാൻ അവിടെ എക്സിറ്റ് എടുത്ത് വന്നിട്ടാണ് ഓഫ്ലൈനിൽ കയറിയത്. അതിന് മുന്നേ ഓൺലൈനിലായിരുന്നു. ഞാൻ ആക്ച്വലി OET തിരിച്ചത് 2023 അന്ന് ആദ്യമേ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയ ഈ ദിവസം നല്ലതെന്ന് അറിഞ്ഞ് അത് ഞാൻ കണക്ട് ചെയ്തു. അന്ന് കണക്ട് ചെയ്തപ്പം സീറ്റിൽ ബുക്ക്ഡ് ആണെന്ന് അറിഞ്ഞു. ഞാൻ പിന്നെ നോക്കി വന്നു. പിന്നെ വേറെ അക്കാഡമി ജോയിൻ ചെയ്തു. അവിടെ തൽക്കാലം പഠിച്ച് എക്സാം എഴുതി. അന്നേരം കിട്ടിയില്ല, നല്ല പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ആക്ച്വലി ആസ്മ ഇഷ്യൂസ് ഉണ്ട്. അന്ന് ഇഷ്യൂസ് ഒക്കെ വന്നു, പിന്നെ കിട്ടിയില്ല. അന്ന് ഞാൻ കൊല്ലം TKM ചെയ്തത്. അന്ന് ഫുൾ അത് C ആയിരുന്നു. പിന്നെ ഇങ്ങനെ ആ ഒരു വർഷം ഇങ്ങനെ പല 2-3 എക്സാംസ് എഴുതി. പിന്നെ ഞാൻ ബ്രേക്ക് ചെയ്തു. എക്സാം ഇമ്പോർട്ടന്റ് എഴുതുന്നില്ല, ഗ്യാപ്പ് എടുത്ത കൂടുതലില്ല, ഒരു 2 വീക്സ്. അതിൽ തന്നെ വീണ്ടും ഒന്ന് എഴുതാം പഠിക്കാന്ന്. അന്നേരം ഒന്ന് വിചാരിച്ചു നീതൂസിനെ അന്ന് കോൺടാക്ട് ചെയ്തപ്പം അക്കാഡമി അന്ന് കിട്ടിയില്ല, ഇത് ഒന്നുകൂടെ കോൺടാക്ട് ചെയ്താലോ. അത് ഡിസംബർ ലാസ്റ്റിൽ അന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞ് സീറ്റ് ഫുള്ളായി. ഞാൻ പറഞ്ഞത് എനിക്ക് വേണം, ഈ ജനുവരി തന്നെ 2024 ജനുവരിയിൽ ജോയിൻ ചെയ്യണം, ട്രൈ ചെയ്യാം. അപ്പൊ പിന്നെ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടി. നീതു പറഞ്ഞു ഓക്കെ ജോയിൻ ചെയ്താണെന്ന് പറഞ്ഞു. ജനുവരി 1 2024 ജോയിൻ ചെയ്തു. എക്സാമിന് 3 മന്ത് കോഴ്സാണ് ജോയിൻ ചെയ്തത്. എക്സാം കറക്റ്റായിട്ട് ഡേറ്റ് ഒക്കെ എടുത്ത് പ്രിപ്പയർഡ് ആയിരുന്നു. കറക്റ്റ് എക്സാം തലേദിവസം അറിയുന്നു പോസ്റ്റ്പോണ്ട് ആയി. അപ്പോഴാകെ അപ്സെറ്റ് ആയി. 1 മന്ത് പോസ്റ്റ്പോണ്ട്. അപ്പൊ അനിസാറിനെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു കുഴപ്പമില്ല, ക്രാഷ് ഉണ്ടെന്ന്. ക്രാഷിൽ കയറി. അന്ന് സ്പീക്കിംഗ് റൈറ്റിംഗ് കിട്ടിയുള്ളൂ, ബാക്കി 2 3:30 ആയിരുന്നു. പിന്നെ ഇങ്ങനെ
3 months പഠിച്ചു, ക്ലാഷും കഴിഞ്ഞു, ഇനി ഏത് കോഴ്സാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അനുസരണ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ടെന്ന്. അതിൽ കയറി അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോഴേ ഡിപ്പാർട്ട്മെന്റ് വൈസ് വർക്കിൽ ഫീൽഡിൽ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഹരാസ്മെന്റ്സും അങ്ങനെ കുറെ എല്ലാം കൂടെ വടവിട്ടു. അന്നേരം ഒന്നും കിട്ടില്ല, കിട്ടുന്നതല്ല സ്പീക്കിംഗ് റൈറ്റിംഗ് അല്ലെ വൺസ് ലിസൺ കിട്ടും. പിന്നെ വെച്ച് ഇനി വർക്ക് നിർത്തുക, ഒയിറ്റിക്കോട്ട് ഇറങ്ങി തിരിക്കാം. പിന്നെ കുറച്ച് ഫാമിലി ഇഷ്യൂസുമായിട്ടും എല്ലാം കൂടെ അങ്ങനെ വന്നത്. എന്നിട്ട് നേരെ ഓഫ്ലൈനിൽ, ഇനി ഓഫ്ലൈൻ പോകും, ബാക്കി എല്ലാ കഴിഞ്ഞു. വന്ന് അന്ന് തന്നെ മാഡത്തിനെ കാണുന്നുണ്ടായിരുന്നു, അഡ്മിഷൻ എടുത്തപ്പോൾ മാഡത്തിനെ കണ്ടു. ഞാൻ പറഞ്ഞു അധികം ആൾ കാത്തിരിക്കേണ്ടി വരത്തില്ല, കിട്ടും, ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞ് ക്ലാസ് ജോയിൻ ചെയ്തു. 1 month ക്ലാസ്സിന് കയറിയപ്പോഴും ഓൺലൈനിൽ ആക്ച്വലി എനിക്ക് ലിസൺ റീഡിങ് ഫസ്റ്റ് ക്ലാസ് വലിയ മിസ്സിംഗ് ആയിരുന്നു. ഡ്യൂട്ടി ഓഫ്ലൈനിലായപ്പം ആ ക്ലാസ് എനിക്ക് ബെനിഫിഷ്യൽ ആയി. ഡെയിലി ആ സെയിം സ്ട്രാറ്റജീസും എല്ലാം കിട്ടും. അന്നേരം വെച്ചാൽ ഇത്ര അറിയാത്ത കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് എക്സാം എഴുതി കിട്ടുമായിരിക്കും, എന്തായാലും 315 വരുമെന്ന് വന്നപ്പോൾ സെയിം ലിസണിങ് റീഡിങ് ഇല്ല. അത് ആ കഷ്ടത്തെ. പിന്നെ എന്നാൽ ഒന്നുകൂടെ ഇനി പ്രിപ്പറേഷൻ ബാച്ച് ഓൾറെഡി ജോയിൻ ചെയ്ത് കിടപ്പുണ്ടല്ലോ, അത് തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്യാം. റിവാലേഷനെ കൊടുത്തൊക്കെ നോക്കിയിട്ടുള്ളതാ. അത് എനിക്ക് സാറ് വിളിക്കുന്ന പറയും, സാർ എനിക്ക് ഇന്നത് പോയി റിവാലേഷൻ ചെയ്യണം എന്ന് പറയും. ഇത്തവണയാണ് എനിക്ക് സാറിനെ കോൺടാക്ട് ചെയ്തത്, റിവാലേഷൻ ഇല്ല, പകരം റിസൾട്ട് എല്ലാം റിസൾട്ട് കിട്ടിയെന്ന് പറയാനാണ് അല്ലേ? അടിപൊളി. എല്ലാം ബിഒ കിട്ടി, എല്ലാം ബിയോട് കൂടാണ് പാസ്സായിക്കണേ. 8 പ്രാവശ്യം അല്ലെ? ചെറിയൊരു നമ്പർ അല്ല ഷാരി കേട്ടോ. ഇന്നത്തെ ഈ ഒരു സക്സസിന് ഒരുപാട് മധുരം ഉണ്ടല്ലേ അല്ലെ? ഒരു 340 330 വന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ഇന്ന് ഫുൾ ബിയോട് കൂടെ പാസ്സായി എന്ന് പറഞ്ഞത് എഴുതിയത് കൊണ്ടാണ് അല്ലെ? നമ്മളിപ്പോ ഒരു 7th അറ്റംപ്റ്റിൽ ഇനി ഞാൻ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്നൊരു വിന്നർ ആയിട്ട് ഇവിടെ വന്ന് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പൊ ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അതെനിക്ക് നേരിട്ട് കണ്ടപ്പോ തന്നെ മനസ്സിലായി. കിട്ടിയില്ലല്ലോ, ഇനി ഒയിറ്റ് ഇല്ലാത്ത രാജ്യം നോക്കാം. അങ്ങനെ ആയാലും ഇനി ഗവൺമെന്റ് പഠിക്കാൻ പോകാൻ ശരിയാവില്ലല്ലോ. അപ്പം ഡെൻമാർക്കിനെ കുറിച്ച് അറിയുന്നു, അവിടെ പക്ഷേ വേറൊരു പ്രോസസ്സേക്ക് ഇനി ഒയിറ്റ് ഇല്ലാതെ ഇനി എന്തോ നോക്കാം. അങ്ങനെയൊക്കെ അന്വേഷിച്ച് തുടങ്ങി ഓൾറെഡി. തന്നെ റിസൾട്ട് വന്നു കഴിയുമ്പോ ആ ഭാഗം സ്റ്റോപ്പ് ചെയ്തു. ഇനി കിട്ടി, ഇനി അതനുസരിച്ച് നോക്കണം. ഒത്തിരി സന്തോഷം ഷാരി, ഒരുപാട് സന്തോഷം കേട്ടോ. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും, ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും. ഓഫ്ലൈൻ വന്നപ്പം നേരിട്ട് വന്നാലും മാഡത്തിനെ കാണാൻ പറ്റി, ഓൺലൈനിലൂടെ അഡ്മിഷനൊക്കെ നേരിട്ട് കാണാൻ പറ്റി. അതൊരു സ്റ്റാർട്ടിങ്ങിലൊക്കെ വിനോദ് സാറിന്റെ സന്നിധാന്റെ ക്ലാസ് അവരൊന്നും കാണിച്ചില്ല. പിന്നെ മറ്റു ഓഫ്ലൈനിൽ വന്ദന മാം റീഡിംഗിന്റെ സ്ട്രാറ്റജീസ്, ദീപിത മാം ലിസണിങ്ങിന്റെ, റൈറ്റിംഗ് പ്രവിത മാം, സ്പീക്കിങ്ങിന് ഒത്തിരി മാഡംസ് ഉണ്ടായിരുന്നു, ജോബ്സി മാം, എല്ലാ മാം പേര് ഓർക്കുന്നില്ല, ഓർമ്മയിലുള്ള. പിന്നെ വിനി മാം, അനുഗ്രഹ മാം, ഇങ്ങനെ മാറി മാറി എപ്പോഴും സ്പീക്കിംഗ് മാറി മാറി കിട്ടുമായിരുന്നു. അങ്ങനെ അറ്റൻഡ് ചെയ്ത് വരെ. ആക്ച്വലി ഞാനും സ്പീക്കിംഗ് എനിക്ക് എപ്പോഴും ഒരു ഡൗട്ട്, ഒരു ടഫ് തോന്നുമായിരുന്നു. അപ്പൊ വെച്ചാൽ ഇതിന്റെ സ്പീച്ച് ക്ലാരിറ്റി വന്നു. എന്നാലും മാഡംസ് പറയും കുഴപ്പമില്ല, ട്രൈ ചെയ്താൽ മതി, എന്തായാലും നീ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇതിലൊക്കെ എക്സസൈസ് ചെയ്യാം. ലാസ്റ്റ് എക്സാം ഞാൻ സ്വയം എക്സസൈസ് ചെയ്യാൻ നോക്കി, സ്പീച്ച് ക്ലിയർ ആയി. ഇത്തവണ ഒരു എക്സസൈസ് നോക്കിയില്ല. ഞാൻ കരുതി ഇത്തവണ എക്സസൈസ് നോക്കിയില്ല, ഇനി സ്പീക്കിംഗ് ഇത്തവണ എന്തായിരിക്കും, എന്തായാലും എല്ലാം കിട്ടി. അടിപൊളി. സ്കോർ ഒന്ന് പറയാമോ ഷാരി? സ്പീക്കിംഗ് റൈറ്റിംഗ് 370, റീഡിംഗ് കറക്റ്റ് കിട്ടി 350, ലിസണിംഗ് 360. അപ്പൊ നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാം. സോ ഗോഡ് ബ്ലെസ് യു. വി വിൽ മൂവ് ഓൺ വിത്ത് അനു. യെസ് അനു മാത്യു, ഹായ് അനു, അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് പറയാനുള്ള? എക്സൈറ്റഡ് ആണോ? ഏത് ബാച്ച് ആയിരുന്നു? 1 month ആയിരുന്നോ 3 months ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നോ? 2 മാസത്തെ കോഴ്സിനാണ് ചേർന്നത്. ഒയിറ്റ് എഴുതുന്ന സെക്കൻഡ് ടൈം ആണ്. ഞാൻ 2011 മുതൽ IELTS പഠിക്കുന്നതായിരുന്നു. അപ്പൊ IELTS പഠിച്ചപ്പോ ഞാൻ 3 വട്ടം IELTS എഴുതി. അപ്പൊ ഒയിറ്റ് എനിക്ക് പറ്റുമല്ല എന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് നീഡൂസിൽ പഠിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ അതില് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അവളൊരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കേട്ടു. അപ്പൊ അന്നാണ് എനിക്ക് ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ ക്ലാസ് കൂടിയിട്ടില്ല. കാരണം ലൈവിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്നത് തന്നെ ഭയങ്കരമായിട്ടങ്ങ് ഇത് ചെയ്തു. പിന്നെ ഈ സൺഡേ സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സിനെ കുറിച്ച് അതും എല്ലാം അവൾ എന്നോട് പറയാറുണ്ട്. അപ്പൊ അവള് പഠിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ചേർന്നത്. ആക്ച്വലി 3 മാസത്തെ ക്ലാസ് ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് 2 മാസത്തെ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതിനു മുന്നേ ഒരു വട്ടം ഒഴിച്ച് എഴുതിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് 2 മാസത്തെ ക്ലാസ് എടുത്ത് ഞാൻ എഴുതി. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇത്ര നല്ല, ഞാൻ ആർക്കും ഞാൻ സജസ്റ്റ് ചെയ്യാൻ, എനിക്ക് എന്നെ പേഴ്സണലി എല്ലാ ട്യൂട്ടേഴ്സും എല്ലാം ഈച്ച് ആൻഡ് എവരി പോയിന്റ് ലൈവിൽ ഇരുന്ന് പറഞ്ഞു തരുമ്പോൾ ഞാൻ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു കേട്ടോ. എല്ലാ ക്ലാസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ മാമും എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെ
ഞാൻ തന്നെ നല്ല സ്കോർ പ്രതീക്ഷിച്ചെങ്കിൽ ഇത്ര എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒത്തിരി Okay. താങ്ക്സ്. എനിക്ക് പറയാൻ വാക്കില്ല. അതുപോലെ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. ഒരുപാട് സന്തോഷാണ്. സോ ഇല്ല. അല്ലെ, ഫ്രണ്ട് പഠിക്കുന്ന കണ്ട് ലൈവ് ക്ലാസ് കേട്ട് നീതൂസിൽ ജോയിൻ ചെയ്ത ഒരാളാണ്. അപ്പോ ഇന്ന് ഒരു വിന്നർ ആയിട്ട് വന്നിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം അനു, അല്ലെ? ആ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങനെ ഒരു കാര്യം കേൾക്കാനും അതിലോട്ട് എത്താനും ഒക്കെ സാധിച്ചത്. ഒത്തിരി സന്തോഷം. സ്കോർ ഒന്ന് പറയാമോ അനു? സ്പീക്കിംഗ് 430, ഓക്കെ റൈറ്റിംഗ് ലിസണിംഗ് 370, ഓക്കെ റീഡിംഗ് 320. ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം അനു. വി വിൽ മൂവ് ഓൺ വിത്ത് ശരണ്യ. ഹായ് ശരണ്യ, പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. മാം ഗുഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈവനിങ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. ഞാൻ ഇവിടെ സൗദിയിൽ വന്നിട്ട് 10 വർഷമായി മാം. തീർച്ചയായും. ഓക്കെ. എന്റെ യെസ് മാം, എന്റെ ഫ്രണ്ട്സ് എല്ലാം ആൾറെഡി അയർലാൻഡ് ന്യൂസിലാൻഡ് എല്ലാം സെറ്റിൽഡ് ആയി മാം. ഞാന് അപ്പോ എല്ലാവരും എന്നോട് പറയുമായിരുന്നു മാം, ട്രൈ ചെയ്യണം OET പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ നമ്മുടെ നീതൂസ് ഫാമിലിയിലിരുന്ന് ഒരു സ്റ്റാഫ്, എന്റെ ഒരു ജൂനിയർ കൊച്ചു ഇവിടെ ഉണ്ട് മാം, ആഷ്ലി എന്ന് പറഞ്ഞിട്ട്. അവള് പാസ്സായിട്ട് ഒരു വട്ടം എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് ട്രൈ ചെയ്യ്, എന്തായാലും കിട്ടും എന്ന് പറഞ്ഞു മാം. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് എടുത്ത ഒരു ഡിസിഷൻ ആയിരുന്നു മാം. ഞാൻ മാമിന്റെ മോട്ടിവേഷൻ ക്ലാസ് എപ്പോഴും നോക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് മാം. നീ നിന്റെ അമ്മേനടുത്ത് പോയിട്ട് എനിക്ക് UK കിട്ടിന്ന് പറയുമ്പോൾ അവരുടെ ഫേസിലുള്ള സന്തോഷം നീ ഓർക്കുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കും. പിന്നെ നിങ്ങൾ ക്ലാസ് എല്ലാം മിസ് ചെയ്യാതെ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ എങ്ങനെങ്കിലും ഞങ്ങൾ പാസ്സാക്കും. ആ ഒരു വാക്ക് എനിക്ക് എപ്പോഴും അത് മനസ്സിലുണ്ടായിരുന്നു മാം. അപ്പൊ ഞാൻ അങ്ങനെയാ ഡിസംബർ മന്താ മാം ഞാൻ കോഴ്സ് 3 മന്ത് കോഴ്സ് എടുത്ത്. ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ആയിരുന്നു. മാർച്ചിലെ ഞാൻ എക്സാം പ്രിപ്പറേഷൻ കോഴ്സ് ജോയിൻ ചെയ്തു. ഏപ്രിൽ 5 ഞാൻ എക്സാം എഴുതി മാം. ഫസ്റ്റ് അറ്റംപ്റ്റില് ഫുൾ B സ്കോർ ആയിരുന്നു മാം. എനിക്ക് ഭയങ്കര സന്തോഷമായി മാം. ഒരുപാട് താങ്ക്സ് ആ മാം. ഞാന് ഈവൻ എക്സാം എഴുതാൻ പോയ സ്ഥലത്തിലെ എല്ലാവരും എന്നോട് ചോദിച്ചു, നീ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാ പഠിച്ചേന്? ഞാൻ പറഞ്ഞു നീതൂസ് അക്കാഡമിയാണ്. അപ്പൊ അവര് ഇങ്ങോട്ട് പറയുക, മാം എനിക്ക് ആരാണ് അറിയത്തില്ല, അവര് ഇങ്ങോട്ട് പറയുക, നീതൂസ് അല്ലേ, ഉറപ്പായിട്ട് നിനക്ക് കിട്ടൂന്ന്. ആ ചേച്ചി എന്റെ അടുത്ത് നമ്പർ മേടിച്ചു വെച്ചിട്ട് റിസൾട്ട് വന്നപ്പോ ഇങ്ങോട്ട് വിളിച്ച്, നീ പാസ്സായല്ലേന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല മാം. അവര് ചോദിക്കുവാ, നീ നീതൂസ് അല്ലേ? എനിക്ക് ഉറപ്പായിട്ട് അറിയാം നീ പാസ്സാകൂന്ന്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു ഇത് അറിയുന്നുണ്ട് മാം. നിങ്ങൾ ആ അക്കാഡമിയിലോട്ട് പോയാ എങ്ങനെങ്കിലും നിങ്ങൾ പാസ്സായേ പുറത്ത് വരത്തുള്ളൂ. ഈ ഒരു സമയത്തിൽ പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു മാം. എന്നോട് പറഞ്ഞതേ ഉള്ളൂ മാം, നീ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പോയിട്ട് എങ്ങനെയെങ്കിലും പാസ്സായാ മതിന്. പുള്ളിയുടെ ഒരുപാട് മോട്ടിവേഷൻ ആയിരുന്നു മാം. പിന്നെ 2024 എൻഡിങ്ങില് ഞാൻ ഒരുപാട് സഫർ ആയത് മാം. എന്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് സെക്കൻഡ് ഡേ പറഞ്ഞു ലാപ്രോട്ടമിലോട്ട് എടുക്കണം, കുഞ്ഞിന് കുറെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു മാം. അങ്ങനെ സെക്കൻഡ് ഡേ ലാപ്രോട്ടമി ആയി. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് മെറ്റർനിറ്റി 70 ഡേയ്സേ ഉള്ളൂ മാം. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ഇനി ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകണു, ഇനി OET ആയിട്ട് ഫാമിലി ആയിട്ട് നിൽക്കണം. അങ്ങനെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ആ ഒരു സമയത്തിൽ ആഷ്ലിന് പറഞ്ഞ കൊച്ച് അവളുടെ വഴി എനിക്ക് നീതൂസ് അക്കാഡമി കിട്ടി. ഞാൻ അങ്ങനെ ഇപ്പൊ പാസ്സായപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം മാം. എന്റെ ഇൻട്രൊഡക്ഷൻ ബാച്ചിലിരുന്ന് എന്റെ എക്സാം ബാച്ച് വരെ ഉള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി പറയണം മാം. പക്ഷെ മാമിന്റെ റൈറ്റിംഗ് ക്ലാസ് എല്ലാം ഞാൻ ഫേസ്ബുക്കിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു മാം. എനിക്ക് കുറെ പറയണോണ്ട് ഞാൻ ലിസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചു മാം. പക്ഷെ ഇപ്പൊ ഒരു ഹാപ്പി മൊമെന്റിൽ എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല മാം. ഒരുപാട് താങ്ക് യു മാം. അതുപോലെ നമുക്ക് വേണ്ടി നമ്മുടെ ഫാമിലിയും റിലേറ്റീവ്സും നമ്മുടെ നല്ലതിന് വേണ്ടി ചിന്തിക്കുന്നത് വലിയ കാര്യമല്ല മാം. ഇവിടെ ഉള്ള എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് എല്ലാവരും ചേച്ചിയുടെ സിറ്റുവേഷനെ അറിയുന്നുണ്ട്. ചേച്ചി നീതൂസിലെ ജോയിൻ ചെയ്തല്ലോ, പേടിക്കണ്ട, ചേച്ചിക്ക് കിട്ടും. അതുപോലെ ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു മാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മാം. ഭയങ്കര ശരണ്യ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിൽ അല്ലെ, ശരണ്യ തന്നെ പറഞ്ഞു, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച ഒരു സമയത്താണ് ആഷ്ലി എന്ന് പറയുന്ന ഒരു കുട്ടി വന്നത്. അപ്പൊ ആദ്യം താങ്ക്സ് പറയേണ്ടത് ആ കുട്ടിയോടും കൂടെയാ അല്ലെ. ആ കുട്ടി അത് പറഞ്ഞതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. അപ്പോ ഇന്ന് ശരണ്യയുടെ ഒരു ജേർണിയിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഫേസ് ചെയ്തു എന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടു അല്ലെ. അത്രയും സ്ട്രഗിൾ ഓവർകം ചെയ്ത് ഇന്ന് വിന്നർ ആയിട്ട് വന്നിരിക്കുമ്പോൾ അതൊരു ഡെസ്റ്റിനി ആയിരുന്നു ശരണ്യ. അതുകൊണ്ടാണ് യു റീച്ച്ഡ് ഹിയർ. അതിലൊരു ഡൗട്ടും ഇല്ല കേട്ടോ. യു ആർ സച്ച് എ ബ്ലെസ്ഡ് പേഴ്സൺ. എനിക്ക് ഒത്തിരി എന്താ പറഞ്ഞ കുഞ്ഞു എല്ലാ കാര്യങ്ങളും ഓക്കെ ആവട്ടെ.
ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പ്രോസസ്സിങ് കാര്യങ്ങളും നടക്കട്ടെ കേട്ടോ. ഒത്തിരി സന്തോഷം ശരണ്യ. Okay, നാട്ടിൽ thank you വരുമ്പോ so ഇവിടെ വാ. much. ഇവിടെ നിങ്ങൾക്ക് അല്ലെ ഈ എറണാകുളം എത്തിയാൽ ലുലുമോള് മാത്രമല്ല, ഇവിടെ നീതൂസ് ഉണ്ട്. ഇവിടെ വരിക, വിസിറ്റ് ചെയ്യാ കേട്ടോ. എവിടെ വീട് മാം എവിടെയാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് മാം, ഞാൻ ഉറപ്പായിട്ട്, ഞാൻ ചെന്നൈയിലെയാ മാം, ഞാൻ ചെന്നൈയാണ്. വരണമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തു. ഉറപ്പായിട്ട് മാമിനെ നേരിട്ട് വന്ന് കാണണമെന്നുണ്ട് മാം. ഉം. അത് ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആ മാം. ഒത്തിരി നീതൂസിലെ സന്തോഷം. അപ്പൊ നേരിട്ട് കിട്ടി വരാം. പഠിച്ചത് ഉറപ്പായിട്ട് മാം. ഒത്തിരി സന്തോഷടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Okay. We will move on with Sophie. Hi Sophie. പറഞ്ഞേ സോഫി ഫ്രാൻസിസ്. ഹായ് സോഫി. ഹായ് മാം. ഹായ് ഹായ്. ഡ്യൂട്ടിയിലാണല്ലേ? ഹായ് മാം, ഡ്യൂട്ടിയിലാണ് മാം. ഒത്തിരി താങ്ക്സ് മാം. ആദ്യം തന്നെ കാരണം കഴിഞ്ഞ മെയിലാണ് ഞാൻ പാസ് ഔട്ട് ആയത് കഴിഞ്ഞ മെയിലായിരുന്നു. അപ്പം ഓക്കെ ആ സമയത്ത് OET പഠിക്കണമെന്ന് പറഞ്ഞിരുന്നപ്പം എന്റെ ഫ്രണ്ട്സും എന്റെ സീനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നീഡ്യൂസിൽ പഠിച്ച്. അപ്പൊ അവരാണ് Okay. എന്നോട് പറഞ്ഞ നീഡ്യൂസിൽ വന്ന് പഠിക്കും. ഓക്കെ അപ്പം അന്ന് ഞാൻ പഠിച്ച് ജോയിൻ ചെയ്ത സമയത്താണെങ്കിലും ആദ്യത്തെ 3 മാസത്തെ കോഴ്സ് ഞാൻ എടുത്തിട്ട് എനിക്ക് അത് കംപ്ലീറ്റ് ആക്കി. നീഡസിന്റെ എന്താന്ന് എനിക്ക് ടീച്ചിങ് ആണെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഗ്രാമർ ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിനൊക്കെ ടച്ച് വിട്ടപ്പോ സണ്ണി സാറിന്റെ ഒക്കെ ഗ്രാമർ ക്ലാസ്, സാറിന്റെ ക്ലാസ് മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് സാറിന്റെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ഉണ്ട് ഓരോ ദിവസവും. അത് True. കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഓർമ്മ ദൈവം കിട്ടുമോ, ഇത്രയും പൈസ ഒക്കെ കൊടുക്കുന്നില്ല. അത് കഴിയുമ്പോൾ സാറിന്റെ ഓരോ മോട്ടിവേഷൻ ക്ലാസ് കഴിയുമ്പോൾ കിട്ടുമായിരിക്കും, സാർ ഇത് പറയുന്ന പോലെ ഓരോരുത്തരുടെ വെച്ച് പറയുമ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ക്ലാസ്. അപ്പൊ 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഡ്യൂട്ടി, ഞാൻ കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ, മെഡിക്കൽ കോളേജിലായിരുന്നു, അന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഭയങ്കര സ്ട്രെസ് ആയതുകൊണ്ട് 3 മാസം ഞാൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതിയില്ലായിരുന്നു. അത് ഓക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഒരു 1 മന്ത് ഞാൻ ക്രാഷ് കോഴ്സ് എടുത്തു കഴിഞ്ഞ് എക്സാം ബാച്ചും കൂടെ അടിപൊളി. ചെയ്തിട്ടാണ്. പക്ഷേ എന്തോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ആക്കാൻ പറ്റി. ഭയങ്കര അടിപൊളി. സന്തോഷമാണ്. കാരണം എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ലിസണിങ് ആണ്. ഓക്കെ പ്രത്യേകിച്ച് നീഡ്യൂസിന്റെ ഒരു കാര്യം പറയാനുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. കാരണം ലിസണിങ്ങിന്റെ ഒക്കെ മെറ്റീരിയൽ ഞാനാണെങ്കിൽ ഞാൻ അതിലേക്ക് ദൈവമേ ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെ. പക്ഷെ ഒരു കാര്യം ഉണ്ടോ, നീഡ്യൂസിന്റെ മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയൽ ചെയ്ത് ശരിക്കും പറഞ്ഞ എക്സാമിന് പോയിരുന്നപ്പോ ഇത് കേട്ടപ്പോ ഞാൻ ഓർത്തത് ഇത്ര എളുപ്പമുള്ളത് എളുപ്പമായിരുന്നോ അതല്ലേ? എങ്ങനെയാണോ ആലോചിച്ച. എന്ന് വെച്ചാൽ ഞാൻ ആ പരീക്ഷയ്ക്ക് പോയിരുന്നപ്പോ നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് ഭയങ്കര ടഫ് ആയിട്ടുള്ള Tough ആയിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പൊ material ആണ്. അത്രയും തീർച്ചയായും. സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോ നമ്മള് അതുപോലെ തന്നെ ലെറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ആ വന്ന ലെറ്റർ നമ്മൾ നീഡൂസിലൊക്കെ എഴുതി പഠിച്ച ലെറ്റേഴ്സിലൊക്കെ ആ ഒരു മോഡൽ തന്നെയാണ് ഇതിൽ വന്നത്. ഓക്കെ അപ്പൊ നമുക്ക് ആ സംഭവം എന്താണ് നമ്മുടെ നീഡൂസിൽ ഓരോന്ന് പഠിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് എക്സാമിന് വന്നപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പായി. അത് ഒത്തിരി താങ്ക് യു. ഓക്കെ ഒരുപാട് സന്തോഷം. എന്താ സ്കോർ ഒന്ന് പറയാമോ സോഫി? ലിസണിങ്ങിന് എനിക്ക് Okay. 350 ആണ്, ബാക്കി എല്ലാ മൊഡ്യൂളിനും 380 ആണ്. താങ്ക് യു. ഫുൾ ബിയോട് കൂടി ഫസ്റ്റ് ചാൻസിൽ പാസ് ആയേക്കുവാണ് അല്ലെ? ഒത്തിരി സന്തോഷം സോഫി. ഗോഡ് ബ്ലെസ്. അതെ അതെ. ഓക്കെ താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് അനില. അനിലാമോൾ. ഹായ് അനിലെ, പറഞ്ഞേ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. Good ഫസ്റ്റ് evening. തന്നെ ഒത്തിരി താങ്ക്സ് ഉണ്ട് മാം. ഓക്കെ എന്റെ ടീമിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇതെന്റെ 5th അറ്റംപ്റ്റ് ആണ്. ഫിഫ്ത്ത് ഞാനിത് അറ്റംപ്റ്റ് ആണ്. ലാസ്റ്റ് ഞാനിനി എഴുതുന്നില്ലെന്ന് തന്നെ വിചാരിച്ചതാണ്. കാരണം ഒത്തിരി ഫാമിലി ഇഷ്യൂസ് ഒക്കെ കാരണം ഞാൻ ഓർത്ത് ഇനി വേറെ എന്തെങ്കിലും നോക്കാം എന്ന് വരെ ഞാൻ ചിന്തിച്ചു. ഓക്കെ ആക്ച്വലി ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ പിന്നെ ഖത്തറിലാണ്. ഡെലിവറി ഒക്കെ ആയപ്പോ പിന്നെ അവിടുന്ന് പിന്നെ പോന്ന് അങ്ങനെ ഞാൻ 3 തവണ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഞാൻ എഴുതി. പക്ഷെ എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും എന്റെ ഒരു സ്കോർ കയറുന്നില്ലായിരുന്നു. 280 290 അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. ഫസ്റ്റ് ഞാൻ പിന്നെ നീഡൂസിൽ കയറി അറ്റൻഡ് ചെയ്തപ്പോ കുഞ്ഞിന് 3-ാം മാസമായിരുന്നു. പിന്നെ 2 മാസം കൂടെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോ എനിക്കിപ്പോ 4 ബി ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. സന്തോഷമുണ്ട്. Yeah. സെക്കൻഡ് Okay. അറ്റംപ്റ്റ് ആണ്. നീഡൂസിൽ വന്നിട്ട് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ ഓക്കെ, ടോട്ടൽ പറയുകയാണെങ്കിൽ 5th അറ്റംപ്റ്റ് ആണ്. ഫുൾ ബിയോട് കൂടിയാണ് പാസ് ആയിരിക്കുന്നത്. സ്കോർ ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പോനില്ല? ലിസണിങ്ങിന് 350, റീഡിങ് 350, അടിപൊളി. റൈറ്റിംഗ് 370, സ്പീക്കിംഗ് 380. ഓക്കെ അടിപൊളി. അപ്പൊ ആലോചിച്ച് 282 അല്ലെ, 280 അല്ലെങ്കിൽ 290 എന്ന് പറയുന്ന സ്കോറിൽ നിന്നാണ് 350 360 ആയേക്കുന്നത്. അടിപൊളി. ഒരുപാട് സന്തോഷം കേട്ടോ. ഒത്തിരി സ്ഥലത്ത് പറഞ്ഞു, ഒരു സ്ഥലത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ യെസ്, അപ്പൊ ഒത്തിരി സന്തോഷം അല്ല. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഓക്കെ, സോ വിൽ മൂവ് ഓൺ വിത്ത് അനു മാത്യു. ഹായ് അനു. ഹായ്, ഗുഡ് ഈവനിങ് മാം. ഹായ്, ഗുഡ് ഈവനിങ്. പറഞ്ഞേ, എക്സൈറ്റഡ് ആണോ? എന്താ പറയാനുള്ളേ? ഓ
ഒത്തിരി എക്സൈറ്റഡാ മാം. ഞാൻ OET പഠിക്കണമെന്ന് തോന്നിയപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയപ്പോൾ ഇതുപോലൊരു വിന്നേഴ്സ് മീറ്റിന്റെ ഓ നീതൂസിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ അടിപൊളി. എല്ലാരും ഈ ഇരുന്നോണ്ട് ഫസ്റ്റ് ചാൻസിൽ നല്ല സ്കോർ കിട്ടി എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ വേറെ കുറെ പേരുടേതും വീഡിയോസ് ഒക്കെ നോക്കി. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ എനിക്കപ്പം എന്തുകൊണ്ടോ നീതൂസ് ചൂസ് ചെയ്യണമെന്ന് തോന്നി. ഓക്കെ, അതൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നെന്ന് ഇപ്പൊ എനിക്ക് തോന്നുക. തീർച്ചയായിട്ടും. ഓരോ ടീച്ചേഴ്സും നല്ലതായിട്ടാണ് നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ. ഓക്കെ, എക്സാമിന് ചെന്നപ്പം ലിസണിങ് കുറച്ച് ടഫായിരുന്നു. ഓക്കെ, അപ്പം ഫുള്ള് കോൺഫിഡൻസും പോയി. പിന്നെ റീഡിങ്ങും അതുപോലെ ടഫായിരുന്നു. ഓക്കെ, ഇനി എന്തോ ചെയ്യണം റൈറ്റിംഗ് ആവുമ്പോ എന്നൊക്കെ ഓർത്തപ്പം പിന്നെ മാം പറഞ്ഞ ആ ക്രൈറ്റീരിയ ബേസ്ഡ് ആയിട്ടൊക്കെ അത് ചിന്തിച്ചൊന്ന് എഴുതാൻ പറ്റി. എനിക്ക് ആക്ച്വലി റൈറ്റിംഗ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ലായിരുന്നു. പക്ഷേ സ്കോർ വന്നപ്പം എല്ലാത്തിനും ബിയോടുകൂടി തന്നെ ഫസ്റ്റ് ചാൻസിൽ പാസ്സാകാൻ അടിപൊളി. പറ്റി. അപ്പം ആ അതുപോലെ സ്പീക്കിങ്ങിനാണേലും നമ്മളോട് നമ്മുടെ പേഴ്സണൽ ട്യൂട്ടേഴ്സ് നമുക്കത് ഓരോന്നും ബാക്ക് ചാനൽ ചെയ്യണം അങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നതുകൊണ്ട് ആ ഓക്കെ, സമയത്ത് അതൊക്കെ എടുത്തങ്ങ് പ്രയോഗിക്കാൻ വയ്ക്കാൻ പറ്റി. പറ്റി. ഏതായാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ എല്ലാത്തിനും ബി കിട്ടി. ഫുൾ ഒത്തിരി ബിയോട് താങ്ക്സ് കൂടെ ഉണ്ട് പാസ്. മാം. അവിടെയുള്ള അതെ ഈച്ച് ആൻഡ് എവറി വണ്ണോട് താങ്ക്സ് ഒത്തിരി ഉണ്ട്. ഓക്കെ, പിന്നെ ഒരുപാട് ദൈവത്തിന് നന്ദി സന്തോഷം. പറയുക. അതെ ഒരുപാട് സന്തോഷം, അനു. എന്താ ഒത്തിരി സന്തോഷം. പറയണ്ടെന്ന് അറിയില്ല. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. സ്കോർ ഒന്ന് പറയാമോ അനു? സ്കോറ് റൈറ്റിങ്ങും സ്പീക്കിങ്ങും 370, ഓക്കെ, റീഡിങ് ലിസണിങ് 350. എനിക്ക് ഭയങ്കര ടഫായിരുന്നു ലിസണിങ്. സി സി പാർട്ട് ഒന്നും എനിക്കൊന്നും മനസ്സിലായേ ഇല്ല പറയുന്നത്. പക്ഷെ സ്കോർ വന്നപ്പം അടിപൊളി, 350 ഉണ്ട്. അടിപൊളി. ഒത്തിരി ദൈവത്തിന് നന്ദി. പിന്നെ ഓക്കെ, നീതൂസ് ചൂസ് ചെയ്തത് ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അടിപൊളി. ബാക്കിയുള്ളവരൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ മോഡ്യൂളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നീതൂസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് ഇപ്പം യു സോ മച്ച് മാം. എനിക്ക് മനസ്സിലാവുന്ന ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞതിൽ എല്ലാവരും എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, നീ റീഡിങ് ലിസണിങ്. കാര്യം ഏറ്റവും അധികം സ്റ്റുഡൻസിന് സ്കോർ പോകുന്ന ഒരു പാട്ടാണത്. അപ്പൊ നല്ല അല്ലെ, ഫുൾ ബിയോട് കൂടി ഫസ്റ്റ് അതെ ചാൻസിൽ പാസ്സാവാൻ പറ്റി. ഒരു വിന്നേഴ്സ് അതെ മീറ്റ് അതെ കണ്ട് ഇവിടെ എത്തിയ ഒരാള് വേറെ ഒരുപാട് ആളുകളിലോട്ടല്ലേ, വേറെ ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പാകത്തിന് ഇന്ന് ഞാൻ ഇവിടെ ആ വിന്നർ ആയിട്ട് വിന്നേഴ്സ് മീറ്റ് വന്നേക്കും. കണ്ടപ്പോ ഞാൻ ഓർത്ത് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമായിരിക്കുമോ, ഫസ്റ്റ് ചാൻസിലൊക്കെ വന്നിരുന്ന് ഇവര് പറയുന്ന പോലെ നമുക്ക് പറയാതെ കിട്ടുമായിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ച്. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് അത് ഇന്നത് സാധിച്ചു. സാധിച്ചു അല്ലെ. യെസ്, ഒരു അതെ കാര്യത്തിന് അതെ നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ച നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ശരിക്കും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ അതെ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് താങ്ക് യു ഗ്രീഷ്മ. മാം. യാ, ഗ്രീഷ്മ ഡേവിസ് പറഞ്ഞേ. ഗ്രീഷ്മ, എന്ത് തോന്നുന്നു? യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഗുഡ് ഈവനിങ്. ഈവനിങ് ഗുഡ് മാം. ഈവനിങ്. ഗുഡ് ഈവനിങ്. ഫസ്റ്റ് ഓഫ് ഓൾ വെരി വെരി താങ്ക് യു മാം ആൻഡ് ദ എൻ്റയർ ടീം. ഓക്കെ, ഇതെന്റെ 5th അറ്റംപ്റ്റ് ആയിരുന്നു. ഫിഫ്ത് അറ്റംപ്റ്റ് ആണ്. നീതൂസി വന്നിട്ട് ഇതെന്റെ സെക്കൻഡ് സെക്കൻഡ് നീതൂസി അറ്റംപ്റ്റ് ആണ്. വന്നിട്ട് എന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ, ഞാൻ 2021 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ എന്റെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നീതൂസ്. ഇതിന് മുമ്പ് 3 ടൈംസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അന്നേരം ഞാൻ സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും മാത്രം ഇൻഡിവിജ്വൽ ട്രെയിനിങ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പഠിച്ചത്. പഠിച്ചത്. ഓക്കെ, പക്ഷേ നീതൂസി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെയൊക്കെ ക്രൈറ്റീരിയ, ഒരു ഫോർമാറ്റ് പർട്ടിക്കുലർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ഇത് ചെയ്തത്. ആ സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഡൗട്ട് ചോദിച്ചാൽ അവര് തന്നെ ഒരു ഇതെഴുതി ഒരു സെന്റൻസ് പറയും, ഇതിങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെയാണ്. എന്തുകൊണ്ടെന്ന് മനസ്സിലായി. ചോദിച്ചാൽ ഒരു പർട്ടിക്കുലർ ആൻസർ ഇല്ല. പക്ഷെ നീതൂസി ഞാൻ 2024 മാർച്ചിലാണ് 3 months കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഓക്കെ, എനിക്ക് റൈറ്റിങ്ങിന് ഒഴിച്ച് ബാക്കി 3നും കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഉടനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തില്ല. ഇപ്പം ഓക്കെ, ലാസ്റ്റ് 1 month ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അടിപൊളി. ഏപ്രിലിൽ എഴുതി. പിന്നെ 4 മൊഡ്യൂൾസിനും 4 കിട്ടി എനിക്ക്. അപ്പൊ ആദ്യമായിട്ട് തന്നെ താങ്ക്സ് പറയാനുള്ളത് എന്റെ ഫ്രണ്ട് ജീൻമരിയാണ് എനിക്ക് നീതൂസ് സജസ്റ്റ് ചെയ്തത്. ഓക്കെ, ഞാനിങ്ങനെ കൺഫ്യൂസ് അടിച്ചിരിക്കുവായിരുന്നു എവിടെ ജോയിൻ ചെയ്യണം. എല്ലാവരും
പറയുന്നുണ്ട് എവിടെയാണെങ്കിലും ബി കിട്ടുന്നുണ്ട് അതായത്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, എടി ഞാൻ എവിടെയാ പഠിക്കേണ്ടത്, നീ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ. അപ്പൊ അവളാണ് എന്നോട് പറഞ്ഞത്, നീ വേറെ ഒരിടത്തും പോയി ജോയിൻ ചെയ്യണ്ട, ഇവിടെ ചെയ്താൽ മതി. നീ ഇപ്പൊ 4ാമത്തെ അറ്റംപ്റ്റ് നീ പോയി ഇത് ചെയ്യുമ്പോഴത്തേക്ക് നിനക്ക് കിട്ടും. അവളുടെ ഒരു ഉറപ്പിലാണ് ഞാൻ നീതൂസി വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ വർഷം. റൈറ്റിങ്ങിന് ഇത് കിട്ടിയില്ല. പിന്നെ 21 തൊട്ട് ഞാൻ വിനോദ് സാറിന്റെ ലൈവ് 3 PM ഒറ്റ ദിവസം പോലും മിസ്സാക്കാതെ ചെയ്തിട്ടുണ്ട്. റീഡിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ 20 minutes ഒക്കെ എടുക്കുമായിരുന്നു എ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. സാറിന്റെ ഓരോ ട്രിക്കുകളെല്ലാം പറഞ്ഞ് ലാസ്റ്റ് ആയി ഇപ്പം ഞാൻ 7 minutes പാർട്ട് എ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നീതൂസി പ്രൊവൈഡ് ചെയ്യുന്ന സ്പീക്കിംഗ് സ്പെക്കുലേഷന് വന്ദന മാമിന്റെ എല്ലാം ഈ എക്സാമിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടാണ്. ഏകദേശം പറയുകയാണെങ്കിൽ 3 years ആയിട്ട് ഞാൻ റീഡിംഗ് ലൈവ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു മോസ്റ്റ്ലി റെയർ ആണ് മിസ്സാക്കിയിട്ടുള്ളത് ക്ലാസ്സുകളൊക്കെ. പിന്നെ 3 months ആണെങ്കിൽ ഒരു ക്ലാസ് പോലും മിസ്സാക്കിയിട്ടില്ല. പിന്നെ മാമിന്റെ മോട്ടിവേഷൻ സണ്ണി സാറിന്റെ പറയാതിരിക്കാൻ വല്ല സണ്ണി സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആ സ്പീച്ചിന് വേണ്ടി ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് സാർ ഓരോ സെന്റൻസുകൾ പറയാം, അത് ഞാൻ ഗ്രാമറിന്റെ ബുക്കിന്റെ മുകളിൽ എഴുതിയിടും. അപ്പൊ എനിക്ക് തന്നെ ഒരു മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചു വന്നാണ് എനിക്ക് സ്പീക്കിംഗ് ഒക്കെ ഓക്കെ ആവുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷനും ഇതെന്ന് പറയാനുള്ള റൗണ്ട് ക്ലോക്ക് ക്ലാസ് അതുപോലെ തന്നെ ട്രെയിനേഴ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റുഡൻസ് എടുക്കുന്ന എഫോർട്ടിനെക്കാട്ടിലും കൂടുതൽ ട്രെയിനേഴ്സ് ഡെഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് എഴുതി ജയിപ്പിച്ചേ ഞങ്ങൾ മതിയാവൂ എന്നാണ് എല്ലാ ട്രെയിനേഴ്സിൻ്റെയും ഒരു ആറ്റിറ്റ്യൂഡ്. ഇത് എൻ്റെ ഒപ്പീനിയൻ ആണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം അതുപോലെ സപ്പോർട്ടീവാണ്. എപ്പോൾ ഏത് രാത്രിയിലാണെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ മാംസ് റിപ്ലൈ തരുകയും അത് ക്ലാരിഫൈ ചെയ്യാറുണ്ട്. താങ്ക് യു മാം ആൻഡ് ഓൾ ടീംസ്. പ്രത്യേകമായിട്ട് റിച്ച മാം, ശാലിനി മാം, ചാന്ദിനി മാം, അക്കീന മാം, ഷെറീൻ, ശാലു മാം, എല്ലാവർക്കും വളരെ താങ്ക്സ്. ആൻഡ് ഇനി ഒത്തിരി സക്സസ് നീതൂസിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം ഗ്രീഷ്മ. ഒത്തിരി കാര്യങ്ങൾ ഗ്രീഷ്മ പറഞ്ഞു അല്ലെ. ഓരോ ആളുകളെയും എണ്ണി പറഞ്ഞു. ഒത്തിരി സന്തോഷമാണ് അല്ലെ. ടീച്ചേഴ്സ് ഇടുന്ന ഓരോ എഫേർട്ടുകളും നിങ്ങൾ ഇങ്ങനെ ഓർത്തു പറയുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് മുന്നോട്ടുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. കുറെ പറയണമെന്നുണ്ട്, വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ എല്ലാ മാംസിന്റെ എല്ലാവരുടെയും പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ താങ്ക്സ് അശ്വതി മാം, അനീഷ് സാർ. അശ്വതി മാം ആണെങ്കിൽ എപ്പോഴും 2 days കൂടുമ്പോൾ വിളിക്കും. എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ പറയണം. പഠിപ്പിക്കുന്നതിലും അങ്ങനെ അഡ്മിൻസ് ആണെങ്കിലും എപ്പോഴും നമ്മുടെ കൺസേൺ ചോദിച്ചു. നല്ലൊരു കോർഡിനേഷൻ, സപ്പോർട്ട്, ഗൈഡൻസ് എല്ലാം ഉണ്ട്. എന്നാ പറയുന്നത്, ഒരു വാക്കുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റുന്നതിനെക്കാട്ടിലും ഇതാണ്. വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതുപോലത്തെ ഒരു സപ്പോർട്ട് കിട്ടത്തില്ല. അതിനെക്കാട്ടിലും ഉപരി എക്സാമിന് പോകുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള മാമിന്റെ ക്ലാസ് അത് വളരെ എഫക്റ്റീവാണ്. ഞാൻ എക്സാമിന് പോകും ആദ്യത്തെ ഫസ്റ്റ് 3 attempts എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നായിരിക്കും സ്പീക്കിങ്ങിന്റെ കാർഡ് അത് ഇതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും പോയിക്കൊണ്ടിരുന്നത്. ഈ ലാസ്റ്റ് 4th ഉം 5th ഉം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ ഒന്നും ഓർത്തിട്ടില്ല, ഡയറക്റ്റ് പ്രാർത്ഥിച്ച് ഇറങ്ങി. ഒരു ടെൻഷനോ ഒന്നും ഇല്ലാതെ ഞാൻ പോയി എക്സാം എഴുതിയിട്ട് വന്നു. സ്പീക്കിംഗ് എനിക്ക് ഒരു ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്, തെറ്റിപ്പോവോ അങ്ങനെയുള്ള ഒരു ഇതുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ബാക്കി 3 modules-നെക്കാട്ടിലും സ്പീക്കിംഗ് ആയിരുന്നു. പക്ഷെ മാം പറഞ്ഞതുപോലെ നമ്മൾ പൈസ കൊണ്ട് കൊടുത്ത് നമുക്ക് വേണ്ടി ഇരുത്തിയേക്കുന്ന എക്സാമിനർ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്തിട്ട് വരിക. റിയലി മാമിന്റെ മോട്ടിവേഷൻ ആണ് ഫെയിൽ ആയിടത്തു നിന്ന് വീണ്ടും വന്ന് ഈ വിക്ടറിയിൽ ഇരിക്കാനുള്ള റിയലി ഒരു ധൈര്യവും സപ്പോർട്ടും കോൺഫിഡൻറ്റും എല്ലാം തന്നെ. താങ്ക് യു സോ മച്ച് മാം. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം ഗ്രീഷ്മ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. So we will move on with Dhanya. Hi Dhanya. Dhanya K. Manuel. പറഞ്ഞു. ഹായ് പറഞ്ഞേ, എന്താ തോന്നുന്നു? സന്തോഷം മാം. ഞാനിത് സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. യെസ്. നീതൂസ് വന്നിട്ട് തന്നെ. പക്ഷെ ഞാൻ 2019 വരെ ട്രൈ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പിന്നെ കൊറോണയൊക്കെ ആയിട്ട് വേണ്ടെന്ന് വെച്ചു. സൗദിയിലായിരുന്നു. സൗദിയിൽ നിന്ന് എക്സിറ്റ് വന്നു. പിന്നെയും സൗദിയിലോട്ട് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ എല്ലാരും പറഞ്ഞു വീണ്ടും ചെയ്യും. അപ്പൊ എന്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യായിരുന്നു നീതൂസ് അക്കാദമി, അവിടെ പോയാൽ കിട്ടും. ഞാൻ തന്നെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ പഠിക്കാൻ പോയില്ല.
ഇപ്പം നവംബറില് ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു. എന്റെ റൂംമേറ്റ് പറഞ്ഞിട്ട് അവള് അതിന് മുന്നത്തെ ഒക്ടോബറിൽ റിസൾട്ട് വന്ന് പാസ്സായതായിരുന്നു. അവള് സജസ്റ്റ് ചെയ്ത് അവള് അടിപൊളി. റെക്കമെൻഡ് ചെയ്ത് പോകും. സ്കോർ എന്ന് പറയുമ്പോൾ തന്നെയാ? സ്പീക്കിങ്ങിന് 380, റൈറ്റിംഗിൽ 370, ഓക്കെ റീഡിംഗ് 360, പക്ഷെ ലിസണിങ് 310 ആണ് ഇപ്പൊ. ഓക്കെ ഫൈൻ. സോ ഒത്തിരി സന്തോഷം അല്ലെ, ഒരുപാട് ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ലേറ്റ് ആയിട്ടാണ് നീതൂസിൽ എത്തിയത്. എന്നാലും കുഴപ്പമില്ല അല്ലെ, യു ആർ ഓൺ ടൈം കേട്ടോ, സമയമായി പോവാൻ. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കട്ടെ തന്നെയാ. ഗോഡ് ബ്ലെസ് യു ബട്ടലി. ഓക്കെ, അപ്പൊ റൂംമേറ്റിനൊക്കെ സന്തോഷമായി കാണും അല്ലെ. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ വിത്ത് ബില്ല. ഹായ് ബില്ല, ബില്ല ജോസഫ്. ഹായ് മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ബില്ല, പറഞ്ഞേ എന്ത് തോന്നുന്നു? എക്സൈറ്റഡ് ആണോ? 4th attempt ആണ്. 4th attempt ആണ്. നീതൂസിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താണ്. ഓക്കെ ഭയങ്കര ഹാപ്പി ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ക്ലബിംഗ് ന്യൂസിലൻഡ് സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ഡിലേ ഒക്കെ വന്നതുകൊണ്ട് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, എക്സ്പയറി ആയി. പിന്നെ ഞാനിപ്പോ എഴുതി, ഇപ്പൊ എനിക്ക് റീഡിങ് റൈറ്റിംഗ് ഉണ്ട്. ഹാപ്പിയാണ്. എല്ലാ ടീമിനോടും എന്റെ താങ്ക്സ് പറയുന്നു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് സന്തോഷം. എത്ര നാളത്തെ കോഴ്സാണ് ബില്ല നീതൂസിൽ എടുത്തത്? ഞാന് ഫസ്റ്റ് 2 മന്തിലായിരുന്നു. അത് കഴിഞ്ഞ് 1 മന്ത് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. 3 months ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു അല്ലെ. അപ്പൊ അടിപൊളിയായിട്ട് അല്ലെ, അടിപൊളിയായിട്ട് ഇത്രയും അല്ലെ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. എല്ലാവരും അവരവരുടെ ജേർണിയെ പറ്റി പറഞ്ഞു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഒത്തിരി പോസിറ്റീവ് വൈബുള്ള ഒരു വിന്നേഴ്സ് മീറ്റ് നമ്മൾ ഇവിടെ ഇന്ന് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇവിടെ 5 പ്രാവശ്യം എഴുതിയവരും 6 പ്രാവശ്യം എഴുതിയവരും 9 വട്ടം എഴുതിയവരും 8 വട്ടം എഴുതിയവരും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായവരും ഉണ്ട് അല്ലെ. അപ്പൊ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ, നന്നായിട്ട് പഠിച്ചാൽ, ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ എത്ര വട്ടം എഴുതി എന്നതല്ല, ഇനി എഴുതുന്നത്, അടുത്തത് എഴുതുന്നത് ഉറപ്പായിട്ടും നിങ്ങളൊരു വിന്നർ ആവാനായിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ഇനിയും ഒരു ഡിസിഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ഒത്തിരി ആളുകൾക്കുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ്. അപ്പൊ നമ്മൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. അപ്പോ ആരും എങ്ങോട്ടും പോണില്ല, ഈ ഫാമിലിയിൽ ഇങ്ങനെ തന്നെ എല്ലാവരും ഉണ്ടാവും. സോ നിങ്ങളുടെ എല്ലാവരും ട്രാവൽ ചെയ്യുന്ന അല്ലെ, യെസ്, എയർപോർട്ടിൽ നിന്ന് നിങ്ങളുടെ ബോർഡിംഗ് പാസ് പാസ്പോർട്ടിന്റെ അകത്ത് വെച്ച ഫോട്ടോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, നിങ്ങളുടെ ഡ്രീം കൺട്രിയിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന റീലിന്റെ ലിങ്കും ഞങ്ങൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അത് കാണുന്നവരെ കീപ് ഇൻ ടച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. Needus Academy, India's #1 language academy.